Out of all the tourist destinations I've visited in Dubai so far, this one is the best. So far versus by far is what this video is all about. But so far എന്ന് പറയുമ്പോൾ ഇതുവരെ എന്നാണ് അർത്ഥം. ഞാൻ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ so far we have shot 20 videos. അതായത് ഇതുവരെ നമ്മൾ 20 വീഡിയോസ് എടുത്തു. ഇനി so far എന്ന് പറയുമ്പോൾ എനിക്കൊരു ഇഡിയം ഓർമ്മ വരാണ്. So far so good. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. So far so good എന്ന് പറയുമ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്നാണ്. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് നിങ്ങളുടെ ദുബായ് ഷൂട്ട്? അപ്പോൾ ഞങ്ങൾ പറയാം so far so good. അതായത് ഇതുവരെ കുഴപ്പമില്ല. അങ്ങനെ ഇനി അടുത്ത് by far. By far so far ഒക്കെ ഏകദേശം സിമിലർ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാറുണ്ടെങ്കിലും അതിൻ്റെ മീനിങ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ by far എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് വൺ ഇസ് ദ ബെസ്റ്റ് എൻ്റെ ഒപ്പീനിയനിൽ ദിസ് വൺ ഇസ് ദ ബെസ്റ്റ് അതായത് ദ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ഇതാണ് അടിപൊളി ഞാൻ പറഞ്ഞു. ഇനി സെക്കൻഡ് ബെസ്റ്റ് എൻ്റെ ഒപ്പീനിയനിൽ ബുർജ് ഖലീഫയാണ്. അപ്പോൾ ഞാൻ പറയാണ് ദിസ് ഈസ് ബൈ ഫാർ ദ ബെസ്റ്റ് പ്ലേസ് ഐ ഹവ് ബീൻ ടു. ദിസ് ഇസ് ബൈ ഫാർ. അങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ എൻ്റെ മനസ്സിൽ സെക്കൻഡ് ബെസ്റ്റ് ബുർജ് ഖലീഫയാണെന്ന് ഇരിക്കുക. ബുർജ് ഖലീഫ ഇവിടെയാണ്. അപ്പോൾ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ഇസ് ബെറ്റർ ദാൻ ബുർജ് ഖലീഫ ബൈ എ ഹ്യൂജ് മാർജിൻ. അതായത് ഫസ്റ്റ് ബെസ്റ്റും സെക്കൻഡ് ബെസ്റ്റും തമ്മിൽ വലിയ മാർജിൻ ഡിഫറൻസ് ഉണ്ട്. അതാണ് ഇവിടെ ബൈ ഫാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ വേറൊരു ഫ്രേസ് പരിചയപ്പെടുത്താം വിച്ച് ഇസ് ദസ് ഫാർ. ദസ് ഫാറിൻ്റെ മീനിങ് വരുന്നത് സോഫാർ തന്നെയാണ്. സോഫാറിൻ്റെ ഒരു കുറച്ചും കൂടി ഫോർമൽ വേർഷനാണ് thus far. For example, thus far we have completed 20 lessons on English grammar. About that in the video, in case you want to know more details about the courses that we offer here at English House that include a communicative English program and a personalized IELTS program, you can click on the link in the description. Thank you so much. English House. English at your fingertips.